സദസ്സിന് വന്ദനം. ഞാനിന്നിവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് അടുക്കളത്തോട്ടം കാലഘട്ടത്തിന്റെ ആവശ്യം എന്ന വിഷയത്തെക്കുറിച്ച് നിങ്ങളുമായി സംസാരിക്കുവാനാണ്. എങ്ങും വിഷം കലർന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ മാത്രം ലഭിക്കുന്ന ഈ കാലഘട്ടത്തിൽ പച്ചക്കറികൾക്കും മറ്റുമായി അയൽ സംസ്ഥാനങ്ങളെ ആശ്രയിക്കേണ്ടി വരുന്ന നമ്മുടെ ഈ ദുരവസ്ഥയിൽ അടുക്കളത്തോട്ടം കാലഘട്ടത്തിന്റെ ആവശ്യം മാത്രമല്ല, അത്യാവശ്യം കൂടിയാണ്. നിത്യജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട സ്ഥാനമാണ് പച്ചക്കറികൾക്കുള്ളത്. മത്സ്യമാംസാദികൾ അമിതമായി ഭക്ഷിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് നാനാവിധ രോഗങ്ങളും നിത്യദുരിതവുമാണെങ്കിൽ പച്ചക്കറികളിലൂടെ നമുക്ക് ലഭിക്കുന്നത് ആരോഗ്യം, ഉണർവും ഉന്മേഷവുമാണ്. എന്നാൽ ഇന്ന് പച്ചക്കറികളെ വിശ്വസിക്കാൻ കഴിയാതായിരിക്കുന്നു. നേരത്തെ പാകമാകാനും നിറത്തിനും മണത്തിനും രുചിക്കും വേണ്ടി കുത്തിവെക്കുന്ന മാരകവിഷ വസ്തുക്കൾ നമ്മുടെ മനസ്സിനെയും ശരീരത്തിനെയും ദോഷകരമായി തന്നെ ബാധിക്കുന്നു. കൂട്ടുകുടുംബത്തിൽ നിന്ന് അണുകുടുംബത്തിലേക്കുള്ള യാത്രയിൽ വീടിന് ചുറ്റുമുള്ള സ്ഥലം പരിമിതപ്പെട്ട ഈ കാലഘട്ടത്തിൽ ഉള്ള സ്ഥലം പരമാവധി പ്രയോജനപ്പെടുത്തി ഒരു കുടുംബത്തിന് ആവശ്യമുള്ള പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ഒക്കെ സ്വന്തം പുരയിടത്തിനു ചുറ്റും നിന്നും പറിച്ചെടുത്ത് ഉപയോഗിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ആത്മസംതൃപ്തിക്ക് പകരം വയ്ക്കാൻ മറ്റെന്തിനാണ് കഴിയുക? ഇന്നേതൊരു വീട്ടമ്മയുടെയും സ്ഥിരം പരാതിയാണ് തങ്ങളുടെ മക്കളും ഭർത്താവും പുറത്തുപോയി കഴിഞ്ഞാൽ താൻ വീട്ടിൽ ഒറ്റപ്പെട്ടതുപോലെയായി എന്നത്. ടിവിക്കും കമ്പ്യൂട്ടറിന്റെയും മുമ്പിൽ കുത്തിയിരുന്നു മറ്റുള്ളവരുടെ പരദൂഷണങ്ങൾ പറഞ്ഞു അയൽ വീട്ടുകാരോട് വഴക്കു കൂടിയും മനസ്സിൽ ആകുലതകൾ കൊണ്ട് നിറയ്ക്കുന്ന നേരം ഒരു വിത്തിട്ട് അത് മുളച്ചു പൊന്തി പൂ വരുന്നതും കായ് വരുന്നതും പാകമാകുന്നതും നോക്കി സന്തോഷഭരിതമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയാവുന്നതേ ഉള്ളൂ. ഒറ്റപ്പെടലിന്റെ വേദനകൾ അകറ്റാനും ടെൻഷനുകളിൽ നിന്ന് മുക്തനാകാനും ഇതിനേക്കാൾ നല്ലൊരു വഴി വേറെയുണ്ടോ? ഒരടുക്കളത്തോട്ടത്തിന് വളരെ വിസ്തൃതമായ സ്ഥലത്തിന്റെ ആവശ്യകതയൊന്നുമില്ല. സർക്കാർ തരുന്ന ഗ്രോ ബാഗ് ഉപയോഗിച്ചും പോളിത്തീൻ കവറുകളിൽ മണ്ണ് നിറച്ചും അതുമല്ലെങ്കിൽ മട്ടുപ്പാവിന് മുകളിലും കൃഷി ചെയ്യാവുന്നതേയുള്ളൂ. കുളിക്കുമ്പോഴും പാത്രം കഴുകുമ്പോഴും നാം പാഴാക്കുന്ന ജലവും മറ്റു ഭക്ഷണാവശിഷ്ടങ്ങളും കൃഷിക്ക് ഉപയോഗപ്പെടുത്തുക വഴി ശുചിത്വ കേരളത്തിന്റെ ഒരു ഉറച്ച കണ്ണിയായി ചേരുവാനുള്ള ഒരവസരം കൂടിയാണ് നമ്മിൽ വന്നു ചേരുന്നത്. അങ്ങാടിയിൽ നിന്ന് വാങ്ങിക്കുന്ന കുമ്പളങ്ങയോ മറ്റോ പച്ചക്കറികളോ മുറിച്ചാൽ അത് പിറ്റേ ദിവസം തന്നെ കേടുവരുന്നു. അതേസമയം നമ്മുടെ തൊടിയിൽ ഉണ്ടാക്കിയെടുക്കുന്നവ അധികം നാൾ കേടുകൂടാതെ ഇരിക്കുന്നു. ഇതിന് കാരണം എന്താണ്? ഓരോ ദിവസവും പുതുമ നഷ്ടപ്പെടാതെയും ഭംഗി ലഭിക്കുവാനും വേണ്ടി അത്രയധികം മാരകവിഷ വസ്തുക്കളാണ് അവയിൽ പ്രയോഗിക്കുന്നത്. ഇതുമൂലം അവയുടെ പഴക്കം കുറച്ചു കാണിക്കാനും കഴിയുന്നു. ഈ മാരകവിഷ വസ്തുക്കൾ തന്നെയല്ലേ നാം ഓരോ ദിവസവും കഴിച്ചു തള്ളുന്നത്? സ്വന്തം നാട്ടിലും അന്യനാട്ടിലും ഉണ്ടാകുന്ന ഏതൊരു പ്രശ്നവും നമ്മുടെ അടുക്കളയെ എങ്ങനെ ബാധിക്കുന്നു എന്ന് തിരിച്ചറിയുന്നിടത്താണ് അടുക്കളത്തോട്ടത്തിന്റെ പ്രസക്തി ഏറുന്നത്. നല്ല ഗുണമേന്മയുള്ള വിത്തിന്റെ ലഭ്യത കുറവാണ് മറ്റൊരു പ്രശ്നം. കൃഷി വകുപ്പും മറ്റു സന്നദ്ധ സംഘടനകളും നമ്മുടെ സഹായത്തിനെത്തുന്നു. വേണ്ടത് നമ്മുടെ താല്പര്യം മാത്രമാണ്. ജൈവ മാർഗത്തിലൂടെ ഒരു കൃഷിത്തടം രൂപപ്പെടുത്തുമ്പോൾ ഫലഭൂയിഷ്ഠത ഒട്ടും നഷ്ടപ്പെടുന്നില്ല എന്ന് മാത്രമല്ല, മണ്ണിലെ സൂക്ഷ്മ ജീവികളെയും അവരുടെ ആവാസ വ്യവസ്ഥയെയും കൂടിയാണ് നാം സംരക്ഷിക്കുന്നത്. നല്ല ആരോഗ്യമുള്ള ജനതയാണ് ഒരു രാഷ്ട്രത്തിന്റെ സമ്പത്ത്. നല്ല ആരോഗ്യത്തിന് പ്രകൃതിദത്തമായ ഭക്ഷണം കൂടിയേ തീരും. ഒരു പ്രകൃതിദത്തമായ ഭക്ഷണം ഒരടുക്കളത്തോട്ടത്തിൽ നിന്നല്ലാതെ എവിടെ നിന്നാണ് ലഭിക്കുക? അതുകൊണ്ട് അടുക്കളത്തോട്ടം കാലഘട്ടത്തിന്റെ ആവശ്യം മാത്രമല്ല, അത്യാവശ്യം കൂടിയാണെന്ന വാചകം ഒരിക്കൽ കൂടി നിങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ വിട ചൊല്ലട്ടെ. നന്ദി, നമസ്കാരം.